ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജിനി മേക്ക് എ വിഷ് എന്ന സൗത്ത് കൊറിയൻ ഡ്രാമയുടെ 7ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിന്റെ എൻഡിങ്ങിലായിട്ട് നമ്മുടെ യങ്ങിനെ ഇച്ചിലായയില് മനഃപൂർവ്വം തന്നെ അവളുടെ പാസ്റ്റ് ലൈഫിൽ അവൾ മരിച്ചു പോകുന്ന ആ ഒരു മൊമെന്റുകളൊക്കെ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ താൻ ഇങ്ങനെയാണ്, എന്തിനു വേണ്ടിയാണ് മരണപ്പെട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന അവള് ഇബ്ലിസിനെ വെറുക്കുന്നാണ് ഇച്ചിലായയില് വിചാരിച്ചിരുന്നെങ്കിലും അവന്റെ പ്രതീക്ഷകൾക്ക് ഫുള്ള് എതിരായിട്ട് യങ് ആകട്ടെ മരിച്ചു കിടക്കുന്ന അവളുടെ ഒരു ബോഡി വളരെ നിസ്സഹായതോടുകൂടി എന്തോ ഒരു വിഷമത്തോടുകൂടി നോക്കി നിൽക്കുന്ന ഇബ്ലിസിനെയാണ് അവൾ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ തന്റെ പണി പാളിയെന്ന് മനസ്സിലാക്കിയിട്ട് അവനിപ്പോ ഇബ്ലിസ് എത്രമാത്രം ഒരു ഈവിളാണെന്ന് അവളെ പറഞ്ഞ് കൺവിൻസ് ഒക്കെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നീ വലിയ കാര്യമൊന്നും പറയണ്ടെന്നും, നീ ഒരു ഏഞ്ചലായിട്ടും ഞാൻ അവിടെ മരിക്കുന്നത് നീ വെറുതെ നോക്കി നിൽക്കല്ലേ ചെയ്തത്, അല്ലാണ്ട് എന്നെ ഒന്ന് രക്ഷിക്കാനായിട്ട് നിനക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് അവൾ അവനോട് ചോദിച്ചിട്ട് അവനിട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ഈ മാസ്റ്റേഴ്സിന് കൊടുക്കുന്ന എല്ലാ പെയിനും അവരുടെ ഒപ്പമുള്ള അവരുടെ ബീസ്റ്റുകൾക്കും കിട്ടുന്ന കാരണം കൊണ്ട് ഇസ്ലായിൽ അനുഭവിക്കുന്ന ആ ഒരു പെയിൻ ഇപ്പോൾ ഐറമിനും അതുപോലെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതുപോലെ യങ് ഇബ്ലിസിന്റെ ആ ഒരു മുഖത്തേക്ക് തൊടുമ്പോൾ പെട്ടെന്ന് അവനൊരു ചെസ്റ്റ് പെയിനും അവൻ വീക്കായും താഴേക്ക് വീഴുമ്പോൾ ആ ഒരു പെയിൻ ഇപ്പോൾ പാവം നമ്മുടെ സൈഡിനും അനുഭവപ്പെടുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ ഒരു ലാമ്പിനുള്ളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തൊക്കെ ഇൻസ്ക്രിപ്ഷൻസ് എഴുതിയിട്ടുള്ളത് പോലെയും അത് വല്ലാതെ അങ്ങ് ഗ്ലോ ചെയ്യുന്നതായിട്ടും നമ്മളെ കാണിക്കുന്നുണ്ട്. ഇബ്ലിസിനാകട്ടെ ഇതേ ടൈമിൽ സിവിയർ ആയിട്ടുള്ള വേദനയൊക്കെ വന്ന് അവൻ വളരെ വീക്കായിട്ട് താഴേക്ക് വീഴാൻ നിൽക്കുമ്പോൾ സെയ്ഡ് ഇപ്പൊ വന്നിട്ട് അവന് വേഗം തന്നെ അവന്റെ ലാമ്പിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അവന് ആ ഒരു സമയത്ത് എന്തൊക്കെയോ ഒരു പെൺകുട്ടിയുടെ ഒപ്പം അവനുള്ളതായിട്ടുള്ള മെമ്മറീസ് ഒക്കെ വന്നതുകൊണ്ട് ഇതിനു മുമ്പ് തന്റെ ലൈഫിൽ അങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ളതായിട്ട് അവനിപ്പോ സെയ്ഡിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിലും സെയ്ഡിന് അതിനെപ്പറ്റി വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ഇതേ നേരം തന്നെയാണ് അവർ ഗ്ലാസ്സിലെ ടൈം ഇപ്പോൾ വളരെ പെട്ടെന്ന് ഫ്ലോ ചെയ്യുന്നത് സെയ്ഡ് ശ്രദ്ധിക്കുന്നതും അതിലൂടെ ഒരുപക്ഷെ ഇബ്ലിസിന് യങ്ങിനെ കറപ്റ്റ് ചെയ്തിട്ട് അവളെ വഴിതെറ്റിക്കാനായിട്ടുള്ള ഒരു ടൈം വളരെ കുറവായിരിക്കും സെയ്ഡ് ഇപ്പോൾ അവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഇബ്ലിസ് പെട്ടെന്നൊന്ന് പാനിക് ആവുന്നുണ്ടെങ്കിലും സാധാരണയിൽ വിട്ടിട്ട് ഇബ്ലിസിന് നമ്മുടെ യങ്ങിന്റെ അടുത്ത് ചെറിയൊരു സോഫ്റ്റ് കോർണർ ഒക്കെ ഉണ്ടായിരുന്നു. ഇതേ നേരം ഈ ഇബ്ലിസിന് പറഞ്ഞ ആ ഒരു വേദനയെ പറ്റിയിട്ടൊക്കെ നമ്മുടെ ഐറമ്മ ഇപ്പോൾ അവളുടെ മാസ്റ്ററായിട്ടുള്ള ഇസ്ലായിലിൻ്റെ അടുത്ത് പറയുമ്പോൾ അവന്റെ മെമ്മറിയിലുള്ള ആ ഒരു 20 വർഷം ഗ്യാപ്പിനെ പറ്റി അവൻ അറിയോ എന്ന് ഒരിച്ചിരി ടെൻഷനോട് കൂടി തന്നെ അവനിപ്പോൾ കൺസേൺഡ് ആയിട്ട് ഐറമിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. സോ ഇതിലൂടെ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു നിർത്തിയതുപോലെ തന്നെ നമ്മുടെ ജീനിയുടെ മെമ്മറിയിൽ നിന്നിട്ട് 20 വർഷം എങ്ങനെയൊക്കെയോ മിസ്സിംഗ് ആയിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ഈ ഒരു കാര്യം കണ്ടുപിടിച്ച യങ് ആകട്ടെ വളരെയധികം ക്യൂരിയസ് ആയിട്ട് അവൾ ഇന്റർനെറ്റിലൊക്കെ ആ ഒരു ടൈം പീരീഡിൽ നടന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ബ്രൗസ് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ അവളെ കറപ്റ്റ് ആക്കാനായിട്ടുള്ള ടൈം തനിക്ക് വളരെ കുറവാണെന്ന് മനസ്സിലാക്കി ഇബ്ലിസ് അവന് പറ്റുന്ന പോലെ ഒരുപാട് ഡ്രാമകളൊക്കെ കണ്ട് അതിലെ ഓരോ ക്യാരക്ടേഴ്സിന്റെ വേഷമൊക്കെ ധരിച്ച് അവളുടെ അടുത്തേക്ക് വന്ന് അവൾ ഇംപ്രസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അവളാകട്ടെ അതിലൊന്നും തന്നെ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും നിനക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നുമ്പോൾ നിന്റെ മുഖത്തുണ്ടാകുന്ന എക്സ്പ്രഷൻ അതിങ്ങനെ തന്നെ ആയിരിക്കുമെന്നും ഇതിനു മുമ്പ് നിനക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടോന്നും അവളിപ്പോൾ അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇതിന് മറുപടി ആയിട്ട് തനിക്ക് ഒരുപാട് നാൾ മുമ്പ് ഒരു ഫീമെയിൽ ജീനിയായിട്ട് ചെറിയൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് അവൻ പറയുമ്പോൾ അത് കേട്ടിട്ട് അവൾക്ക് ചെറിയ ജലസിയൊക്കെ ആയിട്ട് പിന്നീട് അവൾ ആരാ, എന്താ, അവളെ കാണാൻ ഭംഗിയുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു 100 കണക്കിന് ചോദ്യങ്ങൾ അവൾ ചോദിക്കുമ്പോൾ പാവം നമ്മുടെ ജീനി അവളുടെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ ഇതേ നേരം തന്നെ താൻ മറന്നുപോയ അല്ലെങ്കിൽ തന്റെ ലൈഫിൽ അവൻ അറിയരുതെന്ന് ബാക്കിയുള്ളവർ ആഗ്രഹിക്കുന്ന എന്തൊക്കെ ഇൻസിഡൻസ് നടന്നതായിട്ടുള്ള ഒരു വിഷൻ കിട്ടിയിട്ട് വളരെയധികം ഡൗട്ട്ഫുൾ ആയിട്ടുള്ള അവന്റെ എക്സ് ഗേൾഫ്രണ്ട് ആയിട്ടുള്ള ജിനിയ എന്ന് പറയുന്ന ഒരു ജീനിനെ കാണാനായിട്ട് തീരുമാനിക്കുകയും അതിന് ഐറമിന്റെ ഹെൽപ്പ് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് സീൻ കട്ട് ചെയ്ത് പിന്നീട് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ യങ്ങിന്റെ ആദ്യത്തെ വിഷ് പ്രകാരം വിഷസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന ആദ്യത്തെ ആ ഒരു മാനേജർ ആയിട്ടുള്ള ഇംസയുടെ കണ്ടീഷനാണ്. അവളാകട്ടെ ഇപ്പൊ ഒരുപാട് പൈസയും ഫെയിം ഒക്കെ അവളുടെ ഒപ്പം ഉണ്ടെങ്കിലും ഒട്ടും തന്നെ സന്തോഷമില്ലാണ്ട് അല്ല മകളുടെ കാര്യമൊക്കെ ആലോചിച്ച് ആകെ ടെൻഷനായിട്ട് മര്യാദയ്ക്ക് വോക്കിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാണ്ട് ഇപ്പൊ ആ ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെ അവൾ ജോലിയിൽ നിന്ന് തിരിച്ച് വിട്ടിരിക്കുകയാണ്. അങ്ങനെ അവളങ്ങനെ 8 നിലയിൽ പെട്ടിരിക്കുമ്പോൾ ഇതേ നേരം തന്നെ ആ മനുഷ്യനായിട്ട് രൂപമാറ്റം നടത്തിയിട്ടുള്ള ആ ഒരു പട്ടികുഞ്ഞാകട്ടെ വീണ്ടും അതിന്റെ ആ ഒരു ഫാമിലിക്ക് വേണ്ടി സിൻസിയർ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവരുടെ ആ ഒരു ലിസ്റ്റിൽ ഏറ്റവും 5ാമതായിട്ട് ഉണ്ടായിരുന്ന ഒരു യൂട്യൂബ് കപ്പിൾ ഉണ്ടായിരുന്നല്ലോ, അവരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ അവരുടെ യൂട്യൂബിൽ വലിയ രീതിയിലുള്ള കോണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതാകെ ശോകമായിട്ട് പോകുന്നതിന്റെ വിഷമത്തിൽ ആ പയ്യനിപ്പോൾ കള്ളും കുടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ജീനി ഒരു ആപ്പ് രൂപേണ അവന്റെ ഫോണിലൂടെ പ്രത്യക്ഷപ്പെടുന്നത്. ആദ്യം അതിലൊന്നും വിശ്വസിച്ചില്ലെങ്കിലും ഇങ്ങനെ തന്റെ 3 ആഗ്രഹങ്ങൾ സാധിച്ചു തരാന്നൊക്കെ പറയുമ്പോൾ തന്റെ യൂട്യൂബ് പെട്ടെന്നൊന്ന് റീച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ക്രൈം ഒക്കെ ഇവിടെ നടക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് അവൻ വിഷ് ചെയ്യുന്നുണ്ട്. ഇതവൻ അറിഞ്ഞുകൊണ്ട് വിഷ് ചെയ്യുന്നതല്ലെങ്കിലും പെട്ടെന്ന് അവനിപ്പോൾ ഒരു ഫോറസ്റ്റിലേക്ക്
എത്തുകയും അവിടെ ഒരു ഡെഡ് ബോഡി കാണുകയും ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്നെ അതറിയാണ്ട് ലൈവായിട്ട് യൂട്യൂബിൽ കൂടെ പോകുന്ന കാരണം കൊണ്ട് അവന്റെ ചാനൽ ഇപ്പോൾ പെട്ടെന്ന് ക്ലിക്ക് ആവുകയും ഒരുപാട് പേര് അറ്റ് എ ടൈം തന്നെ അത് കാണുകയും ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇപ്പോഴാണ് അവൻ ആ ഒരു ആപ്പിൽ കൂടെ ചെയ്തത് ഒരു റിയൽ ആയിട്ടുള്ളൊരു വിഷയമായിരുന്നു എന്ന് അവൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ ഒരു വില്ലേജിൽ ഇപ്പോൾ പെട്ടെന്നൊരു ബോഡിയൊക്കെ കണ്ടു കിട്ടിയ കാരണം കൊണ്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് പേടിക്കുകയും അതിലുള്ള കുറച്ച് പേരൊക്കെ ഇതിനെപ്പറ്റി യാതൊരു ഐഡിയയും ഇല്ലാത്ത പാവം നമ്മുടെ യങ്ങിനെ അവളൊരു സൈക്കോപാത്ത് ആയതുകൊണ്ട് തന്നെ അവളായിരിക്കും അയാളെ കൊന്നുകളഞ്ഞെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ ഒരു ബോഡിക്കാകട്ടെ 20 വർഷത്തിന് മുമ്പുള്ള പഴക്കമുണ്ടെന്നും അതുകൊണ്ട് ആ ഒരു സമയത്ത് വെറും ഒരു കുട്ടിയായിരിക്കുന്ന യങ് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ലെന്നും ആ ഒരു പോലീസുകാരെ ഇപ്പൊ പറയുന്നുണ്ട്. ഇതിന് നേരം തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആൾക്കാരെല്ലാരും കൂടി യങ്ങിനെ സംശയിക്കുന്നത് കാണുമ്പോൾ അവളുടെ മുത്തശ്ശിക്ക് അത് ഒത്തിരി തന്നെ ഹേർട്ട് ആവുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ തന്നെയാണ് യങ്ങിന്റെ എല്ലാ പൈസയും ഡെയിലി ട്രാൻസ്ഫർ വെച്ച് അടിച്ചു മാറ്റാനായിട്ട് ട്രൈ ചെയ്ത ജീനിയുടെ വിഷ കെട്ടിയിട്ടുള്ള ബൂ എന്ന് പറഞ്ഞ് അവളുടെ തന്നെ പണ്ടത്തെ ഒരു ക്ലാസ്മേറ്റ് ഇപ്പോൾ അവളെ കാണാനായിട്ട് വന്നിട്ട് ഞാൻ നിന്റെ പൈസ മനഃപൂർവ്വം അടിച്ചു മാറ്റിയതൊന്നല്ലെന്നും പേര് ക്ലിയർ ചെയ്യാനായിട്ടും അവളിപ്പോൾ നമ്മുടെ യങ്ങിന്റെ അടുത്ത് വന്ന് പറയുമ്പോൾ ഇതൊക്കെ നീ തന്നെത്താനെ വരുത്തി വെച്ചതാണെന്നും നിന്റെ ഗ്രീഡ് കാരണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായതെന്നും അവൾ പറയുമ്പോൾ തനിക്ക് കിട്ടിയ ജീനിയുടെ ആ ഒരു വിഷിന്റെ കാര്യങ്ങളൊക്കെ ബൂ ഇപ്പോൾ അവളോട് ഓപ്പൺ ആയിട്ട് തുറന്നു പറയുന്നുണ്ട്. മാത്രമല്ല ഇതിനിടയിൽ അവൾ യങ്ങിനെ ഭീഷണിപ്പെടുത്താനായിട്ട് നോക്കുമ്പോൾ നിനക്ക് മാത്രമല്ല ജീനിയുടെ വിഷ് കിട്ടിയിരിക്കുന്നതും എനിക്കും ഒരു വിഷയം കൂടി ബാക്കിയുണ്ടെന്നും അത് ഞാൻ നിനക്കെതിരെ യൂസ് ചെയ്യുന്നു യങ് ഇപ്പൊ തിരിച്ച് അവളെ ഭീഷണിപ്പെടുത്തുമ്പോൾ താൻ പെട്ടുപോയെന്നുള്ള ആ ഒരു സത്യം ബൂ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ഇങ്ങനെ വില്ലേജേഴ്സ് ഒക്കെ ഓരോ റൂമേഴ്സ് പറയുന്ന കാരണം കൊണ്ട് അവൾക്ക് നല്ല വിഷമം ഉണ്ടായിരിക്കും ഊഹിച്ച് ഇബ്ലിസ് അവളൊന്ന് ഹാപ്പിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അവളിപ്പോൾ ഒരു വില്ലേജിന്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് അവിടെ അവൾക്ക് നക്ഷത്രങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് അവളെ ഒന്ന് ഓക്കെ ആക്കി എടുക്കാൻ ട്രൈ ചെയ്യുന്നൊക്കെ ഉണ്ട്. അങ്ങനെ തിരിച്ച് അവർ വീട്ടിലേക്ക് എത്തുന്ന നേരത്താണ് അവിടെ നമ്മുടെ അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള മിഞ്ചി അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അവരെ കാണുന്നത്. ഇപ്പൊ ചെറുപ്പമായി പോയിട്ടുള്ള അവളുടെ ഒരു മുത്തശ്ശിയുടെ ഓൾറെഡി ഇതിനു മുമ്പ് മീറ്റ് ചെയ്ത കാരണം കൊണ്ട് തന്നെ അവളും നമ്മുടെ യങ്ങും ഒക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ യങ്ങിന്റെ വീട്ടിൽ താമസിക്കുന്നതെന്നും ഇതിൽ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ അവൾക്ക് തോന്നുമ്പോഴും ഇപ്പോൾ തന്നോടൊന്നും തന്നെ ചോദിക്കരുതെന്നും സമയമാകുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു തരാമെന്നും യങ് ഇപ്പോൾ പറഞ്ഞ് അവൾക്ക് പ്രോമിസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മുടെ യങ്ങിന്റെ ആദ്യത്തെ വിഷയിലുണ്ടായിരുന്ന ആ ഒരു ലിസ്റ്റിലുള്ള ആ ബ്ലോണ്ട് ആയിട്ടുള്ളൊരു പെൺകുട്ടിയെ എന്തോ ചെയ്തു എന്ന് സംശയിക്കുന്ന ആ ഒരു ഡ്രൈവറിനാകട്ടെ നമ്മുടെ ജീനിയുടെ ലാമ്പ് കണ്ടുകിട്ടുകയും അവനിപ്പോ അവന്റെ രണ്ടാമത്തെ വിഷ് പറയുകയും ചെയ്യുന്നുണ്ട്. വർഷം 2004 വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സമയത്തേക്ക് എത്തിക്കണം എന്നതായിരുന്നു അവന്റെ രണ്ടാമത്തെ വിഷ്. അങ്ങനെ ഇബ്ലിസ് ഇപ്പോൾ ആ ഒരു വിഷ് അവന് നേടിക്കൊടുക്കുകയും അങ്ങനെ ആ ഒരു വർഷം 2004 പോകുമ്പോൾ നേരത്തെ ആ ഒരു യൂട്യൂബറിന്റെ വിഷന് ഒരു ബോഡി കണ്ടുകിട്ടിയെന്ന് പറഞ്ഞല്ലോ. ശരിക്കും ആ ഒരു ബോഡി അവിടെ കൊണ്ടിട്ടതും ആ വ്യക്തിയെ കൊന്നു കളഞ്ഞതും ഈ പറഞ്ഞ ആ ഒരു ട്രക്ക് ഡ്രൈവർ തന്നെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്നിട്ട് അവരിപ്പോൾ വിറ്റ്നസ് ചെയ്യുന്നുണ്ട്. സോ ഇതിലൂടെ തന്നെ ആ ഒരു വില്ലേജിൽ നടന്ന മരണങ്ങൾക്ക് കാരണം ഈ പറയുന്ന ട്രക്ക് ഡ്രൈവറാണെന്നും അവനൊരു സീരിയൽ കില്ലറാണെന്നുള്ള ഒരു കാര്യം യങ്ങും അറിയുന്നുണ്ട്. മാത്രമല്ല ആ ഒരു ബ്ലോണ്ട് ആയിട്ടുള്ള പെൺകുട്ടിയുടെ മിസ്സിങ്ങിന്റെ പുറകിലും അവൻ തന്നെയാണെന്നും അവനിട്ട് നല്ലൊരു പണി കൊടുക്കാനും അവള് തീരുമാനിച്ചിട്ടുമുണ്ട്. ഇതേ നേരം തന്നെ നമ്മുടെ ഇബ്ലിസും യങ്ങും വെച്ച ആ ഒരു ബെറ്റില്ലേ, അതായത് ഈ 5 പേരിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 പേരെങ്കിലും കറക്റ്റ് ആയില്ലെങ്കിൽ അവിടെ നമ്മുടെ ജീനി തോറ്റു പോകുന്നു അവന് മരിക്കേണ്ടി വരുന്നുള്ള ആ ഒരു ബെറ്റ് അതിലിപ്പോ താൻ തോറ്റു പോകുമെന്ന് ഇബ്ലിസിന് ചെറിയൊരു ടെൻഷനൊക്കെ തോന്നുമ്പോൾ യങ് ഇപ്പോൾ അവന്റെ അടുത്ത് വന്നിട്ട് നീ അങ്ങനെ തോറ്റുപോകില്ലെന്നും ഒരു പക്ഷെ ഞാൻ ഈ ഒരു ബെറ്റിന് തോറ്റുപോയാലും നിന്നെ ഞാൻ എന്തായാലും ജയിപ്പിക്കുന്നും അവളിപ്പോൾ പറഞ്ഞ് അവനെ ആശ്വസപ്പെടുത്തുമ്പോൾ ആ വാക്കുകൾ അവനെ വല്ലാതെ ടച്ച് ചെയ്യുകയും അവരുടെ ഇടയിൽ ഇപ്പോൾ ഒരു ശത്രുതയ്ക്ക് അപ്പുറം എന്തോ ഉള്ളതായിട്ടും അവൻ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മൾ കാണിക്കുന്നത് ആ ഒരു വലിയ മാൻഷനിൽ അവിടെ ലോക്ക്ഡായിട്ട് വെച്ചിരിക്കുന്ന ഒരാൾക്ക് ഒരു ആപ്പിൾ കൊണ്ട് കൊടുക്കുന്ന ആ ഒരു കാലിന് വയ്യാത്ത പയ്യനെയാണ്. അങ്ങനെ അവൻ ആപ്പിളൊക്കെ കൊടുത്ത് തിരിച്ചു പോയതിനു ശേഷം ആ ഒരു രാത്രി ആ കാല് കെട്ടിവെച്ച ആ ഒരു വ്യക്തി ശരിക്കും ഒരു ജീനി തന്നെയായിരുന്നു. അങ്ങനെ അവനിപ്പോൾ ഒരു പാട്ടൊക്കെ പാടി ആ ഒരു വില്ലേജിലുള്ള എല്ലാവരെയും തന്നെ മയക്കത്തിൽ എടുത്തിട്ട് നേരെ തന്നെ നമ്മുടെ ഇബ്ലിസിന്റെ ആ ഒരു ലാമ്പിലേക്ക് വന്നിട്ട് എന്തോ ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു നൂല് വെച്ചിട്ട് അവന്റെ കൈകൾ രണ്ടും കെട്ടി വെക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം സേഡിപ്പോ നമ്മുടെ ഐറമിനെയും ഇബ്ലിസിനെയും യങ്ങിനെയും എല്ലാരെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് അനങ്ങാൻ പറ്റാണ്ട് കിടക്കുന്ന നമ്മുടെ ജീനിയെ കാണിച്ചു കൊടുത്തിട്ട് ആ ഒരു കെട്ടുകൾ അയക്കാനും അവനെ ഫ്രീ ആക്കാനും ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പിച്ചിലായാല് തനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ യങ് തന്നെ ഇബ്ലിസിന്റെ കൈ തന്നെ വെട്ടിയിട്ട് ആ ഒരു സ്ട്രിങ് അയച്ച് എടുക്കുന്നുണ്ട്. ഇത് ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു നൂലായതുകൊണ്ട് തന്നെ സാധാരണ ജീനിമാർക്ക് ഇത് അയച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിലും യങ്ങിനിപ്പോ അത് പുഷ്പം പോലെ അയച്ചെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ വീണ്ടും അവൾ അവന്റെ പാസ്റ്റിനെ പറ്റി അവന്റെ അടുത്ത് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവൻ ആ ഒരു ലാമ്പിന് പുറത്തേക്ക് പോവുകയും അവൾ ആ ഒരു ലാമ്പിന്റെ വെളിയിലേക്ക് കൊണ്ടുവരാൻ മറന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ലാമ്പിന് പുറത്തേക്ക് ഇറങ്ങുന്ന അവൻ നേരെ തന്നെ എറ്റ്സ്ലൈലും പോയിട്ട് കണ്ടിട്ട് ഈ ഒരു ലോകം ഫുള്ള് ഉറക്കാനായിട്ട് സാധിക്കണമെങ്കിൽ അത്
ഷാദി എന്ന് പറയുന്ന ആ ഒരു ജീനി തന്നെ ആയിരിക്കുന്നു ഇപ്പോൾ ഷാദിയുടെ മാസ്റ്റർ ആരാണെന്നും അവൻ ഇച്ലാലിന്റെ അടുത്ത് ചോദിക്കുമ്പോഴാണ് നമ്മുടെ യങ്ങിന്റെ പാസ്റ്റ് ലൈഫിൽ അവളുടെ ഫസ്റ്റത്തെ വിഷ് ഒരു ഹൻബിഷ് എന്ന് പറഞ്ഞ ഒരു പയ്യന് വേണ്ടി യൂസ് ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് ജീനി ആകട്ടെ ഹൻബിഷിന് വളരെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു ലൈഫ് കിട്ടട്ടെ എന്ന് വിഷ് ചെയ്ത കാരണം കൊണ്ട് അവൻ ഇന്നും ജീവനോടെ ഉണ്ടെന്നും ഒരു പക്ഷെ അവനായിരിക്കും ഷാദിയുടെ മാസ്റ്റർ എന്നും ഇച്ലായിൽ പറയുന്നുണ്ട്. പക്ഷെ ഇബ്ലിസിനാകട്ടെ ഈ ഹൻബീഷിന്റെ മുഖം ഓർമ്മയില്ലാത്ത കാരണം കൊണ്ട് അവരിപ്പോ വീണ്ടും പാസ്റ്റിലേക്ക് പോയിട്ട് അവന്റെ മുഖവും അവന്റെ സ്മെല്ലും ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പാസ്റ്റിലേക്ക് എത്തുന്ന അവൻ നേരെ ഈ ഒരു ഹൻബീഷിനെ നോക്കിയിട്ട് നിന്റെ ലൈഫ് ഞാൻ ഇപ്പൊ രക്ഷിക്കുന്നെങ്കിലും ഭാവിയിൽ നീ ഷാദിയെ ഹേർട്ട് ചെയ്യരുതെന്നും അവൻ തന്റെ ഒരു ബ്രദറിനെ പോലെയാണെന്നും ആ ഒരു പാസ്റ്റിലേക്ക് വിസിറ്റ് ചെയ്ത് പറയുമ്പോൾ പ്രസന്റിലുള്ള ആ ഒരു കാലിന് വയ്യാതെ നടക്കുന്ന ജങ് എന്ന് പറഞ്ഞ ഒരു കുട്ടിക്ക് ഈ ഒരു ഓർമ്മ വരുന്നതും ഇബ്ലിസിന്റെ ആ ഒരു വാർണിംഗ് കിട്ടുന്ന ഒരു സീനും കൂടി കാണിച്ച് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. സോ ഗൈസ്, ഇന്നത്തെ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതിന്റെ ഓരോ എപ്പിസോഡ് കൂടുമ്പോഴും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ട്വിസ്റ്റുകളും സ്റ്റോറി ലൈനുമാണ് ഇതിൽ ഓരോ എപ്പിസോഡിലും വരുന്നത്. എനിവേ, ഇനിയും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് റിവീൽ ചെയ്യാനുണ്ട്. പക്ഷെ പേടിക്കണ്ട, ഇനി വരുന്ന എപ്പിസോഡ് കൂടെ നമുക്കതെല്ലാം ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇനി ഏതെങ്കിലും ഡ്രാമയോ മൂവിയോ സജഷൻസ് എങ്ങാനും ഉണ്ടെങ്കിൽ അതൊക്കെ കമന്റ്സ് വഴി നിങ്ങൾ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.